എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഇപ്പോൾ BSNLലേക്ക് ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNLലേക്ക് ഇപ്പോൾ ജൂനിയർ ടെലികോം ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്ഥിരജോലിയാണ്. അപേക്ഷ ആരംഭിക്കുന്നത് ജൂൺ 4 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 3 വരെയാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ടായിരിക്കും. എക്സാം വരുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. ഇനി വേക്കൻസി നോക്കാം. എല്ലാ സ്റ്റേറ്റിലും വേക്കൻസി ഉണ്ട്. കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ 15 വേക്കൻസിയാണുള്ളത്. ടോട്ടൽ 100 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് SC, ST, OBC, PWBD, EWS, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് റിസർവേഷനുണ്ട്. ഇനി ശമ്പളം നോക്കാം. 16,400 മുതൽ 40,500 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് അവർക്ക് അലോട്ട് ചെയ്ത സർക്കിളിലായിരിക്കും ജോലി ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. പ്രായപരിധി 20 തൊട്ട് 30 വയസ്സ് വരെയാണ്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായത്തിൽ ഇളവുണ്ട്. നോക്കാം. അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ OBC ക്രിമിലിയർ ആണെങ്കിൽ 30 വയസ്സ് വരെയും, OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ 33 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 35 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാം. ഇതുകൂടാതെ എക്സ് സർവീസ്മെനും PWBD കാറ്റഗറിക്കൊക്കെ പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ BSNL എംപ്ലോയീസിനും ഇളവുണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആണെങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ. EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് ടെലികോം സ്ട്രീമിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓർ ഇക്വലൻറ്റ് ഫ്രം എ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ഏതൊക്കെ ഡിസിപ്ലിനിലാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണ്ടതെന്ന് നോക്കാം. ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, റേഡിയോ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ. ഈ ഏതെങ്കിലും സ്ട്രീമുകളിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ MSc ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള MTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 3 സെക്ഷനായിട്ടാണ് എക്സാം വരുന്നത്. പേപ്പർ വരുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രീം സെക്ഷൻ 1, എഞ്ചിനീയറിംഗ് സ്ട്രീം സെക്ഷൻ 2, ജനറൽ എബിലിറ്റി ടെസ്റ്റ് സെക്ഷൻ 3. ഇങ്ങനെയാണ് എക്സാമിൻ്റെ സെക്ഷൻസ് വരുന്നത്. ഇനി എക്സാമിൻ്റെ സ്കീമും സിലബസും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 3 hours ആണ് എക്സാം വരുന്നത്. സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രീം സെക്ഷൻ 1 200 മാർക്ക്, എഞ്ചിനീയറിംഗ് സ്ട്രീം സെക്ഷൻ 2 200 മാർക്ക്, ജനറൽ എബിലിറ്റി ടെസ്റ്റ് സെക്ഷൻ 3 80 മാർക്ക്. ടോട്ടൽ 480 മാർക്കിനാണ് എക്സാം ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് അറ്റ്ലീസ്റ്റ് 5 വർഷമെങ്കിലും BSNL ജോലി ചെയ്യാന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം. 2 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫീസ് ഉണ്ട്. എക്സാം ഫീസാണ് അൺറിസർവ്ഡ് OBC EWS കാൻഡിഡേറ്റ്സിന് 2000 രൂപയും SC ST PWBD കാറ്റഗറിക്ക് 1000 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ എക്സാം ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കയ്യിൽ വേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫിൻ്റെ സ്കാൻഡ് കോപ്പി, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കണം. സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പി, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, SC ST OBC ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS ആണെങ്കിലും PWBD ആണെങ്കിലും കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. PWBD ആണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ
അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സാമിൻ്റെ സിലബസ് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ വിഷയവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ തിരുവനന്തപുരത്താണ് എക്സാം സെൻറ്റർ ഉള്ളത്. തിരുവനന്തപുരത്ത് പോയി എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ BSNL സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ആപ്ലിക്കേഷൻ ആരംഭിക്കുന്ന ഡേറ്റ് ജൂൺ 4 തൊട്ടാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.